കറുപ്പുമുളപ്പിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. വീണ്ടും വേടനാണ്. വേടനെ പറ്റിയിട്ട് നമുക്ക് പറയാൻ ഒരുപാട് കാര്യങ്ങൾ. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു പയ്യനാണ് വേടൻ. എൻ്റെ ആദ്യത്തെ വീഡിയോ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അത് വേടൻ വിത്ത് ഒരു ക്വിസാണ് ഞാൻ ചോദിച്ചത്. ഇത് വേടൻ്റെ അച്ഛൻ്റെ പേര് സോഷ്യൽ മീഡിയയിലും ബയോയിലും ഗൂഗിളിലും മറ്റു സെർച്ച് എഞ്ചിനിലുമൊക്കെ വൈഡായിട്ട് കൊടുത്തിട്ടുണ്ട്. പക്ഷേ വേടൻ്റെ അമ്മയുടെ ഡീറ്റെയിൽസ് ചോദിക്കുമ്പോഴത്തേക്ക് ശ്രീലങ്കക്കാരിയാണെന്ന് മാത്രം പലരും പറയുന്നുണ്ട്. അതെന്താണെന്ന് ഞാൻ ചോദിച്ചപ്പോഴത്തേക്ക് അത് ശ്രീലങ്കക്കാരിയാണ്. ഞാൻ ചോദിച്ച ശ്രീലങ്കക്കാരിയുടെ പേര് ചോദിക്കാൻ പാടില്ല. അല്ല, ആ ശ്രീലങ്കക്കാരിയാണ്, ജാഫ്നക്കാരിയാണ്. അപ്പം ഞാൻ വിചാരിച്ചു ദർ ഇസ് എ ക്വസ്റ്റ്യൻ മാർക്ക്. ഞാൻ വെറുതെ ഒരു ക്വിസ് ഇട്ടു. എനിക്കറിയാം 2 ദിവസത്തിനകത്ത് മീഡിയയിൽ ആ ചോദ്യത്തിന് ഉത്തരം വരുമെന്ന്. ആ ചോദ്യത്തിന് ഉത്തരം കൃത്യമായിട്ട് വന്നത് മെഹ്റൂജ് എന്ന് പറഞ്ഞ ഒരു പെൺകുട്ടിയാണ് അതിൻ്റെ ഉത്തരമായിട്ട് വന്നത്. മെഹ്റൂജ് വളരെ മുക്കത്തുള്ള ഒരു പെൺകുട്ടിയാണ്, ഹൗസ് വൈഫാണ്. പുള്ളിക്കാരി വേടൻ്റെ അമ്മ കോവിഡ് സമയത്ത് അവരോട് താമസിച്ചിരുന്നുവെന്ന്, മുക്കത്ത് വീട്ടിൽ താമസിച്ചിരുന്നുവെന്ന് 3 മാസത്തോളം. ആ സമയത്തെടുത്ത ഒരു പടം അവർ ഫ്രെയിം ചെയ്ത് റിയാസും പിന്നെ വേടനും കൂടെ പങ്കെടുത്ത ഒരു പരിപാടിയിൽ വെച്ച്, ഓണാഘോഷ പരിപാടിയുടെ ഉദ്ഘാടനത്തിൽ വെച്ചിട്ട്, ഉദ്ഘാടനം കഴിഞ്ഞപ്പോഴത്തേക്ക് മുഖ്യമന്ത്രിയുടെ മരുമകനും വേടനും കൂടെ ചേർന്നാണ് ഉദ്ഘാടനം ചെയ്തത്. അപ്പോൾ ആ വേദിയിൽ വെച്ചിട്ട് ഈ പെൺകുട്ടി വേടന് കൊടുക്കുകയാണ്. വേടനെ ഒരമ്മയുടെ സ്നേഹം നമുക്ക് എത്ര പറഞ്ഞാലും നമുക്ക് മാനിക്കാൻ പറ്റത്തില്ല, നമുക്ക് അത് തീരുമാനിക്കാൻ പറ്റത്തില്ല. ആ അമ്മയുടെ ഓർമ്മകളും വിഷമവും സങ്കടവും എല്ലാം ആ മുഖത്തപ്പോൾ കാണുന്നുണ്ടായിരുന്നു. ആ പെൺകുട്ടീനെ പറഞ്ഞത് ഇയാളെ വല്ലാതെ സെന്റിമെന്റ് ആയിപ്പോയെന്നാണ്. അമ്മ എൻ്റെ കൂടെ കുറച്ചു കാലം എൻ്റെ വീട്ടിലുണ്ടായിരുന്നു. അമ്മയുടെ നല്ലൊരു സൗഹൃദ ബന്ധം ഉണ്ടായിരുന്നു. അങ്ങനെയുള്ളൊരു ബന്ധമാണ്. അപ്പോൾ അവൻ്റെ അച്ഛൻ പറഞ്ഞിട്ടാണ് ഞാനിവിടെ വന്നതും ആ ഫോട്ടോ കൊടുക്കുന്നതും. അത് അവനക്ക് ഭയങ്കര സന്തോഷമാവെന്ന് പറഞ്ഞ് അങ്ങനെ കൊണ്ടുവന്നതാണ്. വീട്ടിലെത്തി കുറച്ചു കാലം എൻ്റെ കൂടെ നിന്നപ്പോൾ എന്നോട് പറഞ്ഞ്, പിന്നെ ഇത് എൻ്റെ മോനെ ഇങ്ങനെ ഒരു പാട്ടുകാരനാണ്, യൂട്യൂബിലൊക്കെ ചെറുതായിട്ട് പാട്ടൊക്കെ പാടുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് വീഡിയോ കാണിച്ചു തന്നെ. അപ്പോൾ അവൻ നല്ല പാട്ടുകാരനായിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ രക്ഷപ്പെടും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്.